ഏറെ പ്രതീക്ഷകളും നിറഞ്ഞ ആത്മവിശ്വാസവുമായി ഇതാ വീണ്ടും ഒരു പുതുവത്സര പുലരി കൂടി. ഈ നവവത്സരം അത്യന്തം മംഗളമാകുവാൻ KCV ന്യൂസിന്റെ പ്രേക്ഷകർക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആലപ്പുഴയെ ചുവപ്പണിയിച്ച് CPIM ജില്ലാ സമ്മേളനത്തിന് തുടക്കം. BJPയുടെ വർഗീയ അജണ്ട വില പോകില്ലെന്ന് VS. അതിവേഗം ബഹുദൂരം. എയ്ഡഡ് വിദ്യാഭ്യാസ മേഖലയെ തകർക്കാൻ UDF സർക്കാർ ശ്രമിക്കുന്നുവെന്ന് NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ. ഭക്ഷ്യസുരക്ഷാ പദ്ധതി അരിവിഹിതം ഇല്ലാതാകുമ്പോഴും സംസ്ഥാന സർക്കാർ മൗനം പാലിക്കുകയാണെന്ന് റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ ദേശീയ ജനറൽ സെക്രട്ടറി ബേബിച്ചൻ മുക്കാട്. വാർത്തകൾ വിശദമായി. മതേതര ഇന്ത്യയെ തകർക്കാൻ BJP സംഘപരിവാർ കൂട്ടുകെട്ട് ശ്രമിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ 21ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള CPM ആലപ്പുഴ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വർഗീയ അജണ്ടയുമായി മുമ്പോട്ടു പോകുന്ന കേന്ദ്ര സർക്കാരിനെതിരെയുള്ള സമരപരിപാടികൾക്ക് 21ാം പാർട്ടി കോൺഗ്രസ് രൂപം നൽകും. കഷ്ടനഷ്ടങ്ങൾ എന്ത് സഹിച്ചാലും ലക്ഷ്യം നേടിയെടുക്കുവാൻ മുൻകാല സഖാക്കൾ ചെയ്തതുപോലെ ധൈര്യമായി മുമ്പോട്ടു പോകണമെന്നും VS പറഞ്ഞു. ഹിന്ദുത്വത്തിൽ അധിഷ്ഠിതമായ വർഗീയ പാർട്ടികളുടെ ഇന്ത്യ എന്നല്ല, മതേതര ഇന്ത്യ എന്നാണ്. ഈ ഇന്ത്യയുടെ വിദേശ നയം എന്താണ്? ചേരിചേരാനയം. ഇങ്ങനെയുള്ള ശരിയായ നയത്തെ വെല്ലുവിളിക്കുവാനാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ശ്രമിക്കുന്നത്. അതിനെതിരായി അതിശക്തമായ പോരാട്ടത്തിനാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ് അടക്കമുള്ള ഇടതുപക്ഷ മതനിരപേക്ഷ കക്ഷികൾ പോരാടുന്നത്. ആ പോരാട്ടം വിപുലവും വ്യാപകവുമാകേണ്ടിയിരിക്കുന്നു. അവിടെയും ഇവിടെയുമായി വർഗീയ സംഘർഷങ്ങൾ ഇവരുടെ നയസമീപനത്തിന്റെ ഫലമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഏറ്റവും അപകടകരമായ സമീപനത്തിൽ നിന്ന് നമ്മുടെ സഹോദരങ്ങളെ രക്ഷിക്കുന്നതിനും ഐക്യപ്പെടുത്തുന്നതിനും ഈ തെറ്റായ നയങ്ങളെ ചെറുത്തു തോൽപ്പിക്കുന്നതിനുമുള്ള ഉജ്ജ്വലമായ പോരാട്ടമാണ് നമുക്ക് ദേശീയ രംഗത്ത് നടത്തേണ്ടതായിട്ടിരിക്കുന്നത്. P. കൃഷ്ണപിള്ള സ്മാരകം ആക്രമിച്ച സംഭവം പാർട്ടിക്ക് നാണക്കേടുണ്ടാക്കിയതായി ജില്ലാ സമ്മേളനത്തിൽ അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിൽ പരാമർശിച്ചു. 15 ഏരിയ കമ്മിറ്റികളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടവർ, ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ എന്നിവരടക്കം 385 പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. സമ്മേളനത്തിൽ CPIM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ, തോമസ് ഐസക് MLA, G. സുധാകരൻ MLA, വൈക്കം വിശ്വൻ, PK ശ്രീമതി, എളമരം കരീം എന്നിവർ പങ്കെടുത്തു. ആലപ്പുഴ ജില്ലാ സമ്മേളനം ശനിയാഴ്ച സമാപിക്കും. ശനിയാഴ്ച നടക്കുന്ന പൊതുസമ്മേളനം പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. എയ്ഡഡ് വിദ്യാഭ്യാസ മേഖലയെ തകർക്കുവാനുള്ള എല്ലാ ശ്രമവും UDF സർക്കാർ അധികാരത്തിൽ വന്ന നാൾ മുതൽ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ. എയ്ഡഡ് വിദ്യാഭ്യാസ മേഖല, ആ മേഖലയെ തകർക്കാനുള്ള എല്ലാ നടപടിയും ഈ UDF ഗവൺമെന്റ് അധികാരത്തിൽ കയറിയ നാള് മുതൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് എയ്ഡഡ് വിദ്യാഭ്യാസ മേഖല ഉണ്ടായത്? ഗവൺമെന്റിനെക്കൊണ്ട് നിവൃത്തിയില്ലാതെ വന്ന സാഹചര്യത്തിൽ ഇവിടുത്തെ ക്രൈസ്തവ NSS മതസംഘടനകളും NSSും SNDPയും പോലെയുള്ള സംഘടനകളും അതുപോലെയുള്ള ചില വ്യക്തിഗത സ്ഥാപനങ്ങളും ഗവൺമെന്റിനെ സഹായിക്കുവാൻ വേണ്ടി അവരുടെ ഭൗതിക സൗകര്യങ്ങൾ മുഴുവൻ വിട്ടുകൊടുത്തപ്പോൾ ഗവൺമെന്റ് കൊടുത്തത് ശമ്പളം കൊടുക്കുന്നു.
അത് മാത്രമേ ഉള്ളൂ. ആ ഭൗതിക സൗകര്യങ്ങൾ നിലനിർത്തുവാൻ ഇന്ന് ആ മാനേജ്മെന്റുകൾ അനുഭവിക്കുന്ന കഷ്ടനഷ്ടങ്ങൾ ചില്ലറയല്ല. അപ്പൊ പറയാണ് ഇതെല്ലാം PSCക്ക് വിട്ടേക്കണം, നിയമനമെല്ലാം. ചങ്ങനാശ്ശേരി പെരുന്നയിൽ മന്നം ജയന്തിയോടനുബന്ധിച്ച് നടന്ന നായർ പ്രതിനിധി സമ്മേളനത്തിൽ വിഷയാവതരണം നടത്തി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാവപ്പെട്ടവന്റെ കുട്ടികൾ പഠിക്കുന്ന എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടി. യാതൊരു മാനദണ്ഡവുമില്ലാതെ അൺഎയ്ഡഡ് സ്ഥാപനങ്ങൾ അനുവദിച്ച് കള്ളപ്പണക്കാർക്ക് വേണ്ടി എയ്ഡഡ് മേഖലയെ ഞെരിച്ചുകൊല്ലാൻ സർക്കാർ കൂട്ടുനിൽക്കുകയാണെന്നും NSS ഓട്ടോണമസ് പദവി സ്വീകരിക്കാത്തത് NSSന് കീഴിലുള്ള ഓരോ സ്ഥാപനങ്ങളും വളരെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതുകൊണ്ടാണെന്നും ഓട്ടോണമസ് പദവിയുള്ള കോളേജുകളിലെ സർട്ടിഫിക്കറ്റ് വെളിയിൽ കാണിക്കാൻ കൊള്ളുകയില്ലെന്നും സുകുമാരൻ നായർ പറഞ്ഞു. ഓട്ടോണമസ് കോളേജ് അനുവദിക്കുന്നു, മുസ്ലിം സമുദായങ്ങൾ അപേക്ഷിക്കുന്നു, ക്രിസ്ത്യൻ സമുദായങ്ങൾ അപേക്ഷിക്കുന്നു, SNDP അപേക്ഷിക്കുന്നു. ഞങ്ങൾക്ക് 5 വേണം, ഞങ്ങൾക്ക് 7 വേണമെന്ന് നമ്മളോട് ചോദിച്ചപ്പോൾ നമ്മൾ പറഞ്ഞാൽ അതൊന്നും വേണ്ടെന്ന്. അപ്പോ ആളുകളൊക്കെ ചോദിക്കുന്ന ഇവിടുത്തെ ചീഫ് സെക്രട്ടറി അടക്കം, ഇവിടുത്തെ ഉന്നത വിദ്യാഭ്യാസ വൈസ് ചാൻസലർ അടക്കം, മുഖ്യമന്ത്രി അടക്കം എന്നോട് ചോദിക്കുന്നു എന്ത് NSS ഇങ്ങനെ പുറമോട്ട് പോകുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞങ്ങൾ കുറച്ച് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാണ്, അതിന്റെ വേദന ഇപ്പോഴും ഞങ്ങൾക്കുണ്ട്. ഓട്ടോണമസ് കോളേജ് തുടങ്ങിയാൽ അത് മുന്നോട്ട് പോകില്ല, ആ സർട്ടിഫിക്കറ്റ് വെളിയിൽ കാണിക്കാൻ കൊള്ളുകയില്ല. അപ്പൊ ഗവൺമെന്റ് എന്താ ചെയ്യുന്നത്? ഈ പാവപ്പെട്ടവന് വേണ്ടിയുള്ള ഈ സ്ഥാപനങ്ങൾ അടച്ച് പൂട്ടിക്കാൻ വേണ്ടി എന്താ ചെയ്യുന്നത്? തോരെ അണയുടെ സ്കൂളുകൾ മൂക്കിനും മൂലയിലും എല്ലാം അനുവദിച്ച് കള്ളപ്പണക്കാർക്ക് സ്ഥാപനങ്ങൾ വളർത്താൻ വേണ്ടി ഈ രാജ്യത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ തകർക്കാൻ വേണ്ടി എയ്ഡഡ് വിദ്യാഭ്യാസ മേഖലയെ ഞെരിച്ചു കൊല്ലുവാൻ വേണ്ടി, അവിടെ നടക്കുന്ന നിയമനങ്ങൾ ഇല്ലാതാക്കുവാൻ വേണ്ടി, അവിടെ കുട്ടികൾ കയറാതിരിക്കുവാൻ വേണ്ടി ഉള്ള ഉത്തരവുകളും നിയമ ഭേദഗതികളും ഒക്കെ ഇങ്ങനെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. വിദ്യാഭ്യാസ മേഖലയിലും ദേവസ്വം കാര്യത്തിലുമുള്ള സർക്കാർ നിലപാടുകളോട് NSSന് യോജിക്കാൻ കഴിയുകയില്ലെന്നും NSS എക്കാലത്തും ഉറച്ച നിലപാടുകളാണ് എടുക്കാറുള്ളതെന്നും പറയുന്നതിൽ നിന്ന് പിന്നീട് മാറ്റി പറയേണ്ടി വന്നിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അന്നത്തെ കാലത്ത് കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഈ ക്ഷേത്രങ്ങൾ എന്നിട്ടോ അത് നടത്തിക്കൊണ്ടുപോകാൻ ഇവിടുത്തെ നായരെക്കാൾ കൂടുതൽ ബ്രാഹ്മണരായിട്ടുള്ള ആളുകളല്ലേ അതിനകത്ത്. വാസ്തവത്തിൽ വെളുപ്പാങ്കാലത്ത് ഈ കട്ടൻ വെള്ളത്തെ മുങ്ങി ഒരു തോർത്തുമുണ്ടും വലിച്ചു മുറുക്കി കൊടുത്ത് അവിടെ പോയി ഈ പണി മുഴുവൻ ചെയ്ത് ഈ ചൂട് മുഴുവൻ അടിച്ച് അവസാനം 1 or 2 പട ചോറ് കിട്ടും. അതും കൊണ്ടുവന്ന് മുളക് ഉടച്ച് ഒരു കുടുംബത്തെ മുഴുവൻ വർഷങ്ങളായിട്ട് സംരക്ഷിച്ചു പോകുന്ന എത്രയോ പാവപ്പെട്ട കുടുംബങ്ങൾ ഈ രാജ്യത്തുണ്ട് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട്. ആ പാവങ്ങൾക്ക് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ പച്ചവെള്ളം പോലും കൊടുക്കാൻ ഒക്കുകയില്ല, 1% പോലും കൊടുക്കാൻ ഒക്കുകയില്ല എന്ന് ഇവിടുത്തെ സംവരണ സമുദായങ്ങളിലെ സമ്പന്ന നേതൃത്വം പറയുന്നത് കേട്ട് പഞ്ചപുച്ഛം അടക്കി നിൽക്കുകയാണ്. NSS പ്രസിഡന്റ് PN നരേന്ദ്രനാഥൻ നായർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ KN വിശ്വനാഥപിള്ള, NSS ട്രഷറർ ഡോക്ടർ M ശശികുമാർ, മുൻ മന്ത്രി R ബാലകൃഷ്ണപിള്ള, NSS ഡയറക്ടർ ബോർഡ് മെമ്പർ ഹരികുമാർ കോയിക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. ഉച്ചയ്ക്ക് ശേഷം വിവിധ കലാപരിപാടികളും നടന്നു. വെള്ളിയാഴ്ച നടക്കുന്ന മന്നം ജയന്തി സമ്മേളനം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്യും. ശതാബ്ദി ആഘോഷ സമാപന സമ്മേളനം ISRO ചെയർമാൻ ഡോക്ടർ K രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. NSS ചതകം എന്ന പുസ്തകത്തിന്റെ പ്രകാശനം അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിഭായി തമ്പുരാട്ടി നിർവഹിക്കും. ചടങ്ങിൽ പത്മശ്രീ ഭരത് മോഹൻലാൽ അനുസ്മരണ പ്രഭാഷണം നടത്തും. KCB ന്യൂസ്, ചങ്ങനാശ്ശേരി. ഭക്ഷ്യസുരക്ഷാ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഭക്ഷ്യമന്ത്രി രാംവിലാസ് പാസ്വാന്റെ പ്രസ്താവന പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് സർവകക്ഷി സംഘത്തെ ഡൽഹിയിലേക്ക് അയക്കണമെന്ന് ഓൾ ഇന്ത്യ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ബേബിച്ചൻ മുക്കാടൻ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. കേരളത്തിൽ ഭക്ഷ്യസുരക്ഷാ പദ്ധതി നടപ്പാക്കുമ്പോൾ റേഷൻ ലഭിച്ചിരുന്ന 1.77 കോടി ഗുണഭോക്താക്കൾക്ക് റേഷൻ ആനുകൂല്യങ്ങൾ നഷ്ടമാകുമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞിരുന്നു. കേന്ദ്ര നിലപാട് അനുസരിച്ച് 32 ലക്ഷം കുടുംബങ്ങൾക്ക് മാത്രമേ കുറഞ്ഞ നിരക്കിൽ ഭക്ഷ്യധാന്യങ്ങൾ ലഭിക്കൂ. ഇപ്പോൾ റേഷൻ ലഭിക്കുന്ന 50 ലക്ഷം കുടുംബങ്ങൾക്കും ഇത് നഷ്ടമാകും. റേഷൻ നിഷേധത്തിനെതിരെ പ്രക്ഷോഭം ആരംഭിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാവുന്നില്ലെങ്കിൽ 50 ലക്ഷം കുടുംബങ്ങൾക്ക് റേഷൻ നൽകുന്നതിനുള്ള സബ്സിഡി തുകയായ 1200 കോടി രൂപ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്താൻ സംസ്ഥാന സർക്കാർ തയ്യാറാവണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഭക്ഷ്യസുരക്ഷാ പദ്ധതി
മാർച്ച് 31-നകം നടപ്പാക്കിയില്ലെങ്കിൽ ഏപ്രിൽ 1 മുതൽ കേന്ദ്രത്തിൽ നിന്നും 1 മണി അരി പോലും സംസ്ഥാനത്തിന് നൽകില്ലെന്ന് കേന്ദ്ര സർക്കാർ അന്ത്യശാസനം നൽകിയിരിക്കുകയാണ്. ഈ അന്ത്യശാസനം നൽകുന്നതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനാണ്. ഇന്നലെ കേന്ദ്ര കൃഷിമന്ത്രി ഭക്ഷ്യവകുപ്പ് മന്ത്രി ശ്രീ രാം വിലാസ് പാസ്വാൻ തിരുവനന്തപുരത്തെത്തി. അദ്ദേഹം പറഞ്ഞു, കേരളത്തിൽ ഈ പദ്ധതി നടപ്പിലാക്കിയാൽ 1.25 കോടി ജനങ്ങൾക്ക് റേഷൻ ലഭിക്കില്ല. കേരള മണ്ണിൽ നിന്നുകൊണ്ട് കേന്ദ്ര ഭക്ഷ്യമന്ത്രി രാം വിലാസ് പാസ്വാൻ കേരളത്തിലെ ജനങ്ങളെ നോക്കി പറയുന്നു, കേരളത്തിൽ ഭക്ഷ്യസുരക്ഷാ പദ്ധതി നടപ്പിലാക്കിയാൽ 1.25 കോടി ജനത്തിന് റേഷൻ നൽകില്ല. ഇത്രയധികം രൂക്ഷമായി കേന്ദ്ര സർക്കാർ ഇടപെട്ടിട്ടും ഇതുവരെ അതിനെതിരെ പ്രതികരിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറായിട്ടില്ല എന്നുള്ളത് പ്രതിഷേധാർഹമാണ്. കേരളത്തിലെ 50 ലക്ഷം കുടുംബങ്ങൾക്ക് റേഷൻ നിഷേധിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ എടുത്ത തീരുമാനം പ്രതിഷേധാർഹമാണ്. 50 ലക്ഷം കുടുംബങ്ങൾക്ക് റേഷൻ നിഷേധിച്ചാൽ കേരളത്തിലെ മുഴുവൻ റേഷൻ കടകളും നിർത്തലാക്കാൻ റേഷൻ വ്യാപാരികൾ തീരുമാനിച്ചിരിക്കുക. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഒരു സർവകക്ഷി സംഘത്തെ കേന്ദ്രത്തിലേക്ക് അയക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണം. അതുമല്ല, കേന്ദ്ര ഗവൺമെന്റ് തരുന്ന 32 ലക്ഷം കുടുംബങ്ങൾക്ക് മാത്രം അരി തന്നാൽ മതി എന്നാണ് സംസ്ഥാന സർക്കാർ പറയുന്നതെങ്കിൽ ഏതാണ്ട് 1200 കോടി രൂപ സംസ്ഥാന ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തി കേരളത്തിലെ ജനങ്ങൾക്ക് റേഷൻ കൊടുക്കുവാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണം. അപകടക്കെണിയൊരുക്കി ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിലെ പാലങ്ങൾ. ഇടുങ്ങിയ പാലങ്ങളും വഴിവിളക്കുകളുടെ അഭാവവും പലപ്പോഴും അപകടങ്ങൾ വിളിച്ചു വരുത്തുന്നു. ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിൽ വാഹനാപകടങ്ങൾ ഉണ്ടാകുമ്പോൾ പലപ്പോഴും അപകട കാരണമായി മാറുന്നത് പാലങ്ങൾ തന്നെയാണ്. വളവ് തിരിവുകളില്ലാതെ വിശാലമായി കിടക്കുന്ന AC റോഡിൽ പലയിടങ്ങളിലായി പണി കഴിപ്പിച്ചിട്ടുള്ള ഇടുങ്ങിയ പാലങ്ങളിലാണ് അപകടങ്ങളിൽ അധികവും നടക്കാറ്. പാലങ്ങളിൽ വഴിവിളക്കോ സൈൻ ബോർഡുകളോ സ്ഥാപിക്കാൻ അധികൃതർക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം. ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിൽ സ്ഥിതി ചെയ്യുന്ന പാലങ്ങളിലെ കൈവരികൾ ഏതു നിമിഷവും തകർന്നു വീഴാവുന്ന വിധത്തിലാണ്. കാലപ്പഴക്കം ചെന്ന കൈവരികൾ ബലപ്പെടുത്തുന്നതിനു പകരം നാട്ടുകാരുടെയും യാത്രക്കാരുടെയും കണ്ണിൽ പൊടിയിടാൻ എല്ലാ വർഷവും വെള്ള പൂശാറുണ്ടെന്ന് മാത്രം. അപകടങ്ങളും മരണങ്ങളും വർദ്ധിക്കുമ്പോഴും അധികാരികളുടെ അനാസ്ഥ തുടരുകയാണ്. പാരാലീഗൽ വാളണ്ടിയർമാരാവാൻ താൽപര്യമുള്ളവരിൽ നിന്നും കുട്ടനാട് താലൂക്ക് നിയമ സേവന കമ്മിറ്റി അപേക്ഷ ക്ഷണിക്കുന്നു. നിലവിലെ വാളണ്ടിയർമാരും വീണ്ടും അപേക്ഷ നൽകണം. ഫോട്ടോ ഉൾപ്പെടെയുള്ള പൂർണ്ണമായ വ്യക്തിഗത വിവരങ്ങളും വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന രേഖകളും സഹിതം ജനുവരി 15-ന് മുൻപായി കുട്ടനാട് താലൂക്ക് നിയമ സേവന കമ്മിറ്റി ഓഫീസിൽ എത്തിക്കണം. ഇടവേള. KCV വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്വപ്ന ജ്വല്ലറി ചങ്ങനാശ്ശേരി. സംശുദ്ധിയുടെ അരനൂറ്റാണ്ട് കാലത്തെ പാരമ്പര്യം. ചങ്ങനാശ്ശേരിയിലെ ആദ്യത്തെ 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണശാല. ഉയർന്നുവരുന്ന സ്വർണ്ണവിലയ്ക്ക് ആശ്വാസമായി സ്വപ്ന ജ്വല്ലറി ഒരുക്കുന്നു സ്വപ്നനിധി സ്വർണ്ണ സമ്പാദ്യ പദ്ധതി. തവണകളായി അടയ്ക്കുന്ന തുക അതാത് ദിവസത്തെ സ്വർണ്ണവിലയിലേക്ക് മാറ്റി നിശ്ചയിക്കുന്നതിനാൽ പിന്നീടുണ്ടാകുന്ന വിലവർദ്ധനവ് നിങ്ങളെ ബാധിക്കുന്നില്ല. 250 രൂപ മുതൽ വരുന്ന 18 തവണകളാണ് സ്വപ്നനിധിക്കുള്ളത്. സ്വപ്ന ജ്വല്ലറി, സ്വപ്ന ബിൽഡിംഗ്, ചങ്ങനാശ്ശേരി. എന്റെ മോഹനേട്ടാ, എളുപ്പ വഴികളും കുറുക്കു വഴികളും നോക്കി പോകുമ്പോഴാ നമ്മളെ ആരെങ്കിലും പറ്റിക്കണത്. എന്നെ ഇന്നവരാരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? കാരണം എന്താ? എനിക്ക് ബുദ്ധിയുണ്ട്. അനു തിരക്കിലായിരിക്കും അല്ലേ? അതെ. അനുവിനെ കഴിഞ്ഞ ആഴ്ച ആലപ്പുഴയിലെ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിൽക്കുന്നത് കണ്ടിരുന്നല്ലോ. അതെ, ഞാൻ അവിടെ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാറുള്ളത്. അതെന്താ, മറ്റൊരുപാട് ജുവലറികൾ അവിടെ ഉണ്ടല്ലോ, പിന്നെന്താ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിന്ന് തന്നെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത്? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഗുണമേന്മയിലും വിശ്വസ്തതയിലും 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിലെ ഏറ്റവും ചെറിയ ആഭരണങ്ങളിൽ പോലും 916 BAS ഹോൾമാർക്ക് മുദ്ര ഉറപ്പുവരുത്തുന്നു. ആരുടെയും സങ്കല്പത്തിന് അനുയോജ്യമായ വ്യത്യസ്തതരം ഡിസൈൻസ്. അങ്ങനെയാവുമ്പോൾ പണിക്കൂലി കൂടുതലായിരിക്കും അല്ലേ? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി മാത്രമല്ല, 916 BAS ഹോൾമാർക്കറ്റ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരുന്നില്ല. അപ്പോൾ ശരിക്കും ഹീറോ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറി ആണല്ലേ?
അത് പിന്നെ പറയാനുണ്ടോ? 100% BIS ഹോൾമാർക്കറ്റ് സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്ന സ്വർണ്ണാഭരണശാല പ്രിൻസ് ജ്വല്ലറി, മുല്ലക്കൽ, ആലപ്പുഴ. മനോഹരമായൊരു വീട് നമ്മുടെ എല്ലാം സ്വപ്നമാണ്. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളെ മനോഹരമാക്കാൻ ഇതാ സിമ്പിൾ. ഷാലിമാർ സൂപ്പർ ബ്രാൻഡ് ടൈലുകളുടെയും ഗ്രാനൈറ്റിന്റെയും വിസ്മയ ലോകം. വിപുലമായ സ്റ്റോക്ക്, ഫാസ്റ്റ് സർവീസ്, 100% ഗുണമേന്മ ഇവയൊക്കെ നിലനിർത്തുന്നതുകൊണ്ട് ഞാൻ പറയുന്നു ഷാലിമാർ. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, സ്വപ്ന ഭവനത്തിന് ഇവിടെ പൂർണ്ണത. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, മണിക്കച്ചിറ, AC റോഡ്, ചങ്ങനാശ്ശേരി. വാർത്തകൾ തുടരുന്നു. ക്രിസ്തുമസ് പുതുവത്സര ആഘോഷങ്ങളുടെ ഭാഗമായി ആലപ്പുഴയിലെ വിനോദസഞ്ചാര മേഖല സജീവം. ആലപ്പുഴയിലെ ഹോം സ്റ്റേകളും ഹൗസ് ബോട്ടുകളും വിനോദസഞ്ചാരികളാൽ നിറഞ്ഞിരിക്കുകയാണ്. മുൻ വർഷങ്ങളിലും ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങളുടെ ഭാഗമായി വിനോദസഞ്ചാരികൾ ആലപ്പുഴയുടെ സൗന്ദര്യം നുകരാൻ എത്താറുണ്ടെങ്കിലും സഞ്ചാരികളുടെ കുത്തൊഴുക്ക് ഇതാദ്യമായിട്ടാണെന്ന് വിനോദസഞ്ചാര മേഖലയിലെ പ്രമുഖർ പറഞ്ഞു. സഞ്ചാരികളുടെ എണ്ണത്തിൽ വർധനവുണ്ടായതോടെ ഇടനിലക്കാരുടെ ചൂഷണവും തകൃതിയായി നടക്കുന്നുണ്ട്. 2 മുറികളുള്ള വഞ്ചി വീടിന്റെ ഒരു ദിവസത്തെ വാടക 20,000 രൂപയ്ക്ക് മുകളിലെത്തിയിരിക്കുകയാണ്. മുൻകൂർ ബുക്ക് ചെയ്താണ് ആലപ്പുഴയിലേക്ക് പലരും ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. വഞ്ചി വീടുകൾ പൂർണ്ണമായും ബുക്ക് ചെയ്തിരിക്കുന്നതിനാൽ പുറത്തുനിന്നും എത്തുന്നവർക്ക് ഹൗസ് ബോട്ട് യാത്ര ചെയ്യാൻ അവസരവും ഇപ്പോൾ ലഭിക്കാറില്ല. ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങളുടെ ഭാഗമായിട്ടാണ് വിനോദസഞ്ചാര മേഖല സജീവമായിരിക്കുന്നതെങ്കിലും ഇത്തവണത്തെ സീസൺ മെച്ചപ്പെട്ട രീതിയിലായിരിക്കുമെന്ന പ്രതീക്ഷയിലാണ് വിനോദസഞ്ചാര മേഖല. മങ്കൊമ്പ് ചന്തക്കടവിൽ നടത്തിവരാറുള്ള മണ്ഡലം മകരവിളക്ക് മഹോത്സവവും ദീപക്കാഴ്ചയും ഭജനയും ഈ മാസം 14 നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിനോടുള്ള സംസ്ഥാന സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ ഡിവൈഎഫ്ഐ 24 മണിക്കൂർ നിരാഹാര സമരവും ഒപ്പുശേഖരണവും നടത്തി. ഡിവൈഎഫ്ഐ വണ്ടാനം നീർക്കുന്നം മേഖലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് സമീപം നിരാഹാര സമരം നടത്തിയത്. CPIM ഏരിയ കമ്മിറ്റി അംഗം P. ഷാജി നിരാഹാര സമരം ഉദ്ഘാടനം ചെയ്തു. A. ഓമനക്കുട്ടൻ, AP ഗുരുലാൽ, CK കുഞ്ഞപ്പൻ എന്നിവർ സംസാരിച്ചു. സ്വകാര്യ ലാബുകളെയും അതുപോലെ തന്നെ സ്വകാര്യ ഹോസ്പിറ്റലുകളെയും സഹായിക്കുന്ന തരത്തിലുള്ള നിലപാടുകളാണ് അധികാരികളുടെ ഭാഗത്തു നിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിക്കൊണ്ട് ഈ മെഡിക്കൽ കോളേജിനെ തകർക്കുവാനുള്ള ശ്രമമാണ് ഈ ഭരണക്കാർ, UDFിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ മാലിന്യ പ്രശ്നം ഏറ്റവും ഗുരുതരമായി മെഡിക്കൽ കോളേജ് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ് മാലിന്യ പ്രശ്നം. ഇത്രയധികം ഏക്കർ കണക്കിന് സ്ഥലം ഇവിടെ ഉണ്ടായിട്ട് പോലും ഈ മാലിന്യ പ്രശ്നം പരിഹരിക്കുവാൻ വേണ്ടി ട്രീറ്റ്മെൻറ്റ് പ്ലാന്റുകൾ സ്ഥാപിച്ചിട്ട് പോലും അത് പ്രാവർത്തികമാക്കുവാൻ വേണ്ടി ഈ ഭരണാധികാരികൾക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് നമ്മളിവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അതുപോലെ തന്നെ മരുന്നുകളുടെ അഭാവം, ഡോക്ടർമാർ സ്ഥലം മാറ്റം ചോദിച്ചു വാങ്ങിച്ചുകൊണ്ട് സ്ഥലം മാറി മറ്റുള്ള മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന സ്ഥിതിയാണ് ഇവിടെ സംജാതമായിട്ടുള്ളത്. ഇതിനെതിരെയാണ് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ മുൻപും പല സമരങ്ങളും ഇതിനെതിരെ നടന്നിട്ടുണ്ട്. ഇത് ഒരു നിരാഹാര സമരം ഇവിടെ ആദ്യമായിട്ടാണ് ഇത് ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. തുടർന്നും വരും കാലങ്ങളിൽ ശക്തമായ സമരം ഡിവൈഎഫ്ഐയുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നാണ് സംബന്ധിച്ച് പറയുന്നത്. കെട്ടിട നികുതി വർധനവിനെതിരെ കാവാലം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനുവരി 5 തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് കാവാലം പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണ നടത്തുമെന്ന് മണ്ഡലം പ്രസിഡന്റ് PN വിജയകുമാർ അറിയിച്ചു. വെളിയനാട് സേവാഭാരതിയുടെ കോട്ടയം മെഡിക്കൽ കോളേജ് നേത്ര ചികിത്സാ വിഭാഗവും സംയുക്തമായി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. വെളിയനാട് ഗണപതിപ്പറമ്പ് ജംഗ്ഷന് സമീപം ശനിയാഴ്ച നടക്കുന്ന ക്യാമ്പിൽ പ്രമുഖ ഡോക്ടർമാർ പങ്കെടുക്കും. ഫിന്നിഷ് ഇന്ത്യ കൾച്ചറൽ എക്സ്ചേഞ്ച് ഫോറത്തിന്റെയും ആർട്ടിസ്റ്റ് ഇൻ റെസിഡൻസി എന്ന പ്രോജക്ടിന്റെയും ഭാഗമായി ആലപ്പുഴയിൽ ജനുവരി 2 ചിത്രകലാ പ്രദർശനം നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇത്തരം സാംസ്കാരിക വിനിമയ പരിപാടികളിലൂടെ കലാകാരന്മാർക്ക് ലോകരംഗത്തെ പുത്തൻ പ്രവണതകൾ വിലയിരുത്താൻ സാധിക്കും. കലയുടെ മാറ്റങ്ങൾക്കനുസരിച്ച് ഓരോരുത്തരുടെയും സർഗശക്തികളെ വളർത്തുവാനും സാധിക്കും. ഫിൻലാൻഡിൽ നിന്നും ആലപ്പുഴയിലെത്തിയിരിക്കുന്ന ചിത്രകാരൻ വാർത്തോരി സഹായയാണ് മുഖ്യാതിഥി. പ്രദർശനത്തിൽ സാഹയുടെ 8 ചിത്രങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വാർത്താ സമ്മേളനത്തിൽ ധനവാൻ രമേശൻ, അമീർ ഖലീൽ, MS ഹുസൈൻ എന്നിവർ പങ്കെടുത്തു. മുൻവർഷത്തെ അങ്ങോട്ട് പോയത് അമീൻ ഖലീൽ എന്ന കലാകാരനാണ്. ഫിൻലാൻഡിലെ ട്യൂട്ടസ് ആർട്ട് ഗാലറിയിൽ അദ്ദേഹം തൻ്റെ ഷോ പ്രദർശിപ്പിക്കുകയുണ്ടായി. വാൾത്തേരി സഹ ഞാൻ പറഞ്ഞതുപോലെ എൻ്റെ ക്യൂറേറ്റ് നോട്ടിൽ കാണിച്ചിരിക്കുന്നത് പോലെ ശോഭിക്കുന്ന ഒരു യൗവനത്തിൻ്റെ പ്രതിനിധിയാണ്. അദ്ദേഹത്തിൻ്റെ കലാരൂപങ്ങൾ വളരെ ഭീകരമെന്ന് നമുക്ക് തോന്നിയേക്കാം.
അദ്ദേഹത്തിൻ്റെ പ്രശ്നം കാണുന്ന ആർക്കും ഒരുപക്ഷെ അറപ്പും വെറുപ്പും ഉളവാക്കുന്ന ചിത്രങ്ങളായിരിക്കാം അദ്ദേഹം നമുക്ക് സംഭാവന ചെയ്യുക. എങ്കിൽ പോലും അതിലടങ്ങിയിരിക്കുന്ന ഹിംസയുടെ തലത്തെ അധികം ആഴത്തിൽ കാണുകയും അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളിലൂടെ അത് നമുക്ക് കാണിച്ചു തരികയും ചെയ്യുന്നു. ഒരു മാംസം ഭക്ഷിക്കുന്ന ഒരാളുടെ മുന്നിൽ എങ്ങനെയാണോ മാംസം വരുന്നത്, വളരെ മനോഹരമായ രീതിയിൽ പാക്കറ്റിലൊക്കെയാണ് അവരുടെ നാട്ടിൽ മാംസങ്ങളൊക്കെ വരാറുള്ളത്. പക്ഷെ അതിൻ്റെ പിന്നിലുള്ള തൊലിയുരിയിലും ഹിംസയും രക്തവുമൊക്കെ അദ്ദേഹം വളരെ മനോഹരമായി തന്നെ നമുക്ക് വരച്ച് കാണിക്കുന്നുണ്ട്. കേരള സ്റ്റേറ്റ് ബാർബർ ബ്യൂട്ടീഷ്യൻസ് അസോസിയേഷൻ കുട്ടനാട് താലൂക്ക് വാർഷിക സമ്മേളനം ജനുവരി 6 ചൊവ്വാഴ്ച 9 മണിക്ക് രാമങ്കരി 7 നമ്പർ SNDP ഹാളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വിശുദ്ധ കുര്യാക്കോസ് ഏലിയാസ് അച്ഛന്റെ തിരുനാളിനോടനുബന്ധിച്ച് മാന്നാനം സെന്റ് ജോസഫ് ആശ്രമത്തിൽ 5 കിലോമീറ്റർ പരിധിയിലുള്ള പ്രദേശം ഉത്സവ മേഖലയായി കോട്ടയം ജില്ലാ കളക്ടർ പ്രഖ്യാപിച്ചു. ഇനി ചരമവാർത്തകൾ. എടത്വ മണലേൽ ചാക്കോ ജോസഫ് നിര്യാതനായി 80 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച 2-ന് എടത്വ സെന്റ് ജോർജ് ഫൊറാന ദേവാലയ സെമിത്തേരിയിൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആലപ്പുഴയെ ചുവപ്പണിയിച്ച് CPIM ജില്ലാ സമ്മേളനത്തിന് തുടക്കം. BJPയുടെ വർഗീയ അജണ്ട വില പോകില്ലെന്ന് VS. അതിവേഗം ബഹുദൂരം. എയ്ഡഡ് വിദ്യാഭ്യാസ മേഖലയെ തകർക്കാൻ UDF സർക്കാർ ശ്രമിക്കുന്നുവെന്ന് NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ. ഭക്ഷ്യസുരക്ഷാ പദ്ധതി അരിവിഹിതം ഇല്ലാതാകുമ്പോഴും സംസ്ഥാന സർക്കാർ മൗനം പാലിക്കുകയാണെന്ന് റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ ദേശീയ ജനറൽ സെക്രട്ടറി ബേബിച്ചൻ മുക്കാട്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.